ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ആതിരയുടെ അനക്കമൊന്നും കേൾക്കാത്തത് കൊണ്ട് അനഘ ഹാളിലേക്ക് ചെന്ന് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. അതേസമയം ഏട്ടത്തി എന്ന് സന്ദീപ് ഉറക്കെ വിളിക്കുന്ന ശബ്ദം കേട്ട് അനഘയ്ക്ക് സന്തോഷമാകുന്നു. അങ്ങനെ അനഘ മുറിയിലേക്ക് ചെന്ന് അവന്തികയോട് പറയുകയാണ്, ചേച്ചി അവൾ അവിടെ നിലവിളിക്കുന്നുണ്ട്. ഞാൻ ചേച്ചിയോട് അപ്പോഴേ പറഞ്ഞതല്ലേ എൻ്റെ പ്ലാൻ വർക്കൗട്ടാകുമെന്ന്. ഇതോടെ അവളുടെയും അർച്ചനയുടെയും പത്തി താഴ്ന്നോളും. ഇതോടെ അവൾ അവളുടെ വീട്ടിലും പോയിക്കോളുമെന്ന് അനഘ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, അങ്ങനെ ആകരുത് അവൾ പോകുന്നത്. സന്ദീപിനോട് പിണങ്ങിയാകണം അവൾ ഇവിടുന്ന് പോകുന്നത്. പുറമേ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഒരു പേരക്കുട്ടിയെ ലാളിക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുകയാണ് സേതുമാധവൻ. ഇതോടുകൂടി അയാളുടെ ഫ്യൂസ് അടിച്ചു പോകുമോ എന്ന എനിക്കൊരു ഭയം. ചേച്ചി വാ, നമുക്ക് എന്താണെങ്കിലും അവരുടെ മുറിയിലേക്ക് പോകാം. എനിക്ക് അവളുടെ നിലവിളി ഒന്ന് നേരിട്ട് കാണണമെന്ന് അനഘ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, ഇപ്പോൾ എന്താണെങ്കിലും പോകണ്ട. നമ്മുടെ നിലവിളിക്ക് മാർക്കിടേണ്ട ആളെ പുറത്തു പോയിരിക്കുകയാ. അയാളൊന്ന് വരട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. പിന്നീട് കാണിക്കുന്നത് ആതിരയാണ്. വേദന കൊണ്ട് കരയുന്ന ആതിരയുടെ അടുത്തിരുന്ന് സമാധാനപ്പെടുത്തുകയാണ് സന്ദീപും അർച്ചനയും. തുടർന്ന് സച്ചി ഡോക്ടറെ വിളിച്ച് അത്യാവശ്യമായി വരാനും പറയുന്നു. തുടർന്ന് അനഘ ചെന്ന് ഡോക്ടറെ വിളിച്ച കാര്യമെല്ലാം അവന്തികയോട് പറയുമ്പോൾ അവന്തിക പറയുകയാണ്, ഇപ്പോൾ അവളുടെ കുഞ്ഞു മരിച്ചതുപോലെ ഇവിടെയുള്ള ഓരോരുത്തരും ചത്ത് താഴെ വീഴണം. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഡോക്ടർ വന്ന് ആതിരെ പരിശോധിക്കുകയാണ്. അങ്ങനെ സന്ദീപും സച്ചിയും കൂടി പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ സച്ചി സന്ദീപിനെ ആശ്വസിപ്പിക്കുന്നു. അതേസമയം അങ്ങോട്ടേക്ക് അവന്തികയും അനഘയും കൂടി വരികയാണ്. എന്താ സച്ചി, ആതിരയ്ക്ക് എന്തു പറ്റിയെന്ന് അവന്തിക ചോദിക്കുന്നു. അത് പിന്നെ ഏട്ടത്തി, എന്തു പറ്റിയെന്നറിയില്ല. ഇവർ രണ്ടുപേരും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആതിരയ്ക്ക് പെയിൻ വന്നതാ. ഇത് കേൾക്കുന്ന അനഘ ചിരിച്ചുകൊണ്ട് അവന്തികയെ നോക്കുകയാണ്. തുടർന്ന് അവന്തിക സന്ദീപിനെ സമാധാനിപ്പിക്കുന്നു. സന്ദീപെ, ഈ സമയത്ത് ഇതൊക്കെ പതിവുള്ളതാ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതേസമയം ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. പേടിക്കേണ്ട ഒരു കാര്യവുമില്ല, ഈ ഗർഭകാലത്ത് വരുന്ന ചെറിയൊരു പെയിൻ അത് മാത്രമാണെന്ന് ഡോക്ടർ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തികയും അനഘയും. അതേസമയം ഇത് കാണുന്ന അർച്ചന ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് മാറി നിന്ന് നടന്ന കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ്. അനഘ ജ്യൂസ് കൊടുത്തതിൻ്റെ പിന്നാലെ അർച്ചന ആതിരയുടെ മുറിയിലേക്ക് ചെന്നിരുന്നു. ആതിരയെ കഴിക്കാൻ വിളിക്കുമ്പോൾ എനിക്കിപ്പോൾ വേണ്ടെന്ന് ആതിര പറയുന്നു. എന്നാൽ ഞാൻ ജ്യൂസ് കൊണ്ടുവരാമെന്ന് അർച്ചന പറയുമ്പോൾ വേണ്ടെന്നും അനഘ എനിക്ക് ജ്യൂസ് കൊണ്ടു തന്നെന്നും അങ്ങനെ അനഘ വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അർച്ചനയോട് പറയുകയാണ് ആതിര. എന്നിട്ട് നീ ആ ജ്യൂസ് കുടിച്ചോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞ് ജ്യൂസ് കാണിച്ചു കൊടുക്കുകയാണ് ആതിര. അത് മണത്ത് നോക്കുന്ന അർച്ചന ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. ഈശ്വര, ഇത് പപ്പായ ജ്യൂസ് ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന പെട്ടെന്ന് തന്നെ വാഷ്റൂമിലേക്ക് പോയി ആ ജ്യൂസ് കമത്തി കളയുകയാണ്. എന്താ ചേച്ചി, എന്താ ഈ കാണിക്കുന്നതെന്ന് ആതിര ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, നീ ഇപ്പോൾ ഈ ജ്യൂസ് കുടിച്ചിരുന്നെങ്കിലേ നിനക്ക് അബോഷനായി പോയേനെ. ഇത് കേൾക്കുന്ന ആതിര ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ അർച്ചന പറയുകയാണ്, ചേച്ചി പറഞ്ഞതെല്ലാം ശരി തന്നെയാ. ഇവിടെയുള്ള ആരെയും വിശ്വസിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. നിന്റെ ഒരു ചെറിയ അശ്രദ്ധ മതി നിന്റെയും സന്ദീപിൻ്റെയും സ്വപ്നങ്ങളെല്ലാം തകർന്നു വീഴാൻ. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ മനസ്സിലായെന്ന് ആതിര പറയുന്നു. അങ്ങനെ അർച്ചന അവിടുന്ന് പോയതിനു ശേഷം ഇപ്പോഴും ഞെട്ടല് മാറാതെ നിൽക്കുകയാണ് ആതിര. പിന്നീട് കാണിക്കുന്നത് ഡോക്ടറിനെയാണ്. ഡോക്ടർ പറയുകയാണ്, ആതിരയെ കൊണ്ട് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യിക്കണം. പിന്നെ വയറ് ശക്തമായി എവിടെയും ഇടിക്കാനൊന്നും പാടില്ല. അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കുകയും വേണം. അടുത്ത മാസം 6-ാം തീയതി സന്ദീപ് ആതിരയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ദേഷ്യത്തോടെ ഇരിക്കുന്ന അവന്തികയും അനഘയുമാണ്. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇതിങ്ങനെ തന്നെ വരുമെന്ന്. അവളുടെ ജാമ്പവാന്റെ കാലത്തെ ഒരു ഐഡിയ. ഞാനെല്ലാം കറക്റ്റായിട്ടാ ചെയ്തത് ചേച്ചിയെന്ന് അനഘ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, നീ പണ്ട് അർച്ചനോട് ചെയ്ത കാര്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 6-7 മാസമേ പെട്ടെന്നാകും പോകുന്നത്. ഒരു കുഞ്ഞിനെ അലസിപ്പിക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് നടത്തിയെടുക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇനി അത് വെച്ച് താമസിപ്പിക്കാൻ ഒട്ടും പാടില്ല. ഇനി നമ്മൾ ഡോക്ടർ പറഞ്ഞ വഴി തന്നെയാ ചെയ്യാൻ പോകുന്നത്. അവളെ കൊണ്ട് പണിയെടുപ്പിക്കണം. പണി പിന്നാലെ നടന്നെടുപ്പിക്കണം. നീ വേണം അവളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ. എന്നിട്ട് അതും നടന്നില്ലെങ്കിലേ ഒരൊറ്റ തള്ളങ്ങ് കൊടുക്കണം. അവള് വയറടിച്ച് നിലത്തേക്ക് വീഴണം. തുടർന്ന് കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള ഐഡിയയെല്ലാം അനഘയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അവന്തിക. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ആതിര ഉറങ്ങുന്നതാണ്. അതേസമയം അവന്തിക അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ആതിര ഇതുവരെ എഴുന്നേറ്റില്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ആതിര പറയുകയാണ്, സന്ദീപ് പോയി കഴിഞ്ഞ് കിടന്നതാ. ശരീരത്തിന് വല്ലാത്ത തളർച്ച പോലെ. അതെ, ഇങ്ങനെ ഇവിടെ ചടഞ്ഞുകൂടിയിരുന്നിട്ടാ. താഴത്തേക്ക് വന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികളെല്ലാം ചെയ്യാൻ നോക്ക്. ഞാൻ കുറച്ചു നേരം കൂടി കിടന്നിട്ട് വരാം ഏട്ടത്തിയെന്ന് ആതിര പറയുന്നുണ്ടെങ്കിലും
അർച്ചനെ വന്ന് സഹായിക്കാൻ നിർബന്ധിക്കുകയാണ് അവന്തിക. എന്നാൽ ഏട്ടത്തി താഴേക്ക് ചെല്ല്, ഞാൻ വന്നേക്കാമെന്ന് ആതിര പറയുമ്പോൾ അവന്തിക താഴേക്ക് പോകുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.